ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായ അപ്പാനിയും രേണു സുധിയും ഔട്ടായിരിക്കുന്നു. ഈ വീക്കെൻഡിലെ ഒരു ബ്രേക്കിംഗ് വാർത്ത കൂടിയാണ്. എന്നാൽ രേണു സുധി ഔട്ടായതല്ല. ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഒരു ഇഷ്ട മത്സരാർത്ഥിയും കൂടിയാണ് രേണു സുധി. എന്നാൽ രേണു സുധി ഔട്ടായതല്ല, സ്വന്തമായ തീരുമാനത്തിൽ ഇറങ്ങിപ്പോയതാണ്. ബിഗ് ബോസിൽ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ രേണു സുധി പറയാറുണ്ട്, എനിക്ക് ബിഗ് ബോസിൽ നിന്നും പോകണം. അങ്ങനെ ഒരിക്കൽ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി ബിഗ് ബോസിൽ നിന്നും പോകണം എന്നൊക്കെ. അപ്പോൾ പോകണ്ട എന്നായിരുന്നു താരം പറഞ്ഞിരുന്നത്. എന്നാൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥിയായ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോന്നിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസ് പ്രേക്ഷകരെ വലിയധികം വിഷമിപ്പിക്കുക തന്നെയാണ്. ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടിലൊക്കെ മുൻപന്തിയിലായിരുന്ന രേണു സുധി ഇപ്പോൾ എന്തിനാണ് സ്വയം പുറത്തു പോകുന്നതെന്ന് അറിയില്ല. ബിഗ് ബോസിലേക്ക് വന്ന് ഒരാഴ്ച വളരെ ആക്റ്റീവായിരുന്ന രേണു സുധി പിന്നീടങ്ങ് ആക്റ്റീവ് ആയിരുന്നില്ല. ക്യാമറക്ക് മുൻപിലൊന്നും പെടാതെയായിരുന്നു രേണു സുധി. രേണു സുധിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും രേണു സുധിക്ക് ഒരുപാട് ഫാൻസും ഉണ്ടായിരുന്നു. ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടിലൊക്കെ വളരെ മുൻപന്തിയിലായിരുന്നു രേണു സുധി. പിന്നെ എന്തിനാണ് താരം പുറത്തിറങ്ങിയത് എന്ന് അറിയില്ല. അവിടെ നിൽക്കുകയാണെങ്കിൽ കപ്പ് തന്നെ രേണു സുധി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ രേണു സുധി ഇപ്പോൾ സ്വയം പുറത്തു പോന്നിരിക്കുകയാണ്. നമുക്ക് അതിന്റെ അപ്ഡേഷനുകളൊക്കെ വീണ്ടും വരുമെന്ന് വിചാരിക്കുന്നു. രേണു സുധിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾ ആർക്കായിരുന്നു ബിഗ് ബോസിൽ വോട്ട് ചെയ്തിരുന്നത്? രേണു സുധിക്കോ അതോ മറ്റു താരങ്ങൾക്കോ? ആർക്കാണെങ്കിലും കമന്റ് ബോക്സിൽ കുറിക്കൂ. ബിഗ് ബോസ് മലയാളം സീസണിലെ മറ്റൊരു മത്സരാർത്ഥിയായ അപ്പാനി ശരത് ഈ വീക്കെൻഡിൽ ശരിക്കും ഔട്ടായതാണ്, സ്വയം പോന്നതല്ല. അപ്പാനി ശരത് ഈ വീക്കെൻഡിൽ ഔട്ടായതാണ്. ഈ വീക്കെൻഡിൽ ഒരാൾ ഔട്ടാവാൻ ഇരുന്നിരുന്നു, അതിലൊരാളാണ്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ബിഗ് ബോസ് അപ്ഡേഷനുകൾക്കും ഫിലിം അപ്ഡേഷനുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.